എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് മഹാഭാഗവത്തിന്റെ 61ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും കഥയിലേക്ക് സ്വാഗതം. സകലരുടെയും അപ്പൊ നമ്മുടെ ഈ രാഷ്ട്രന്മാരെല്ലാം അങ്ങനെ നിരന്നിരിക്കുകയാണ്, പാത്രം പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ അമൃത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ നമ്മുടെ ഈ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ആഗമനം കണ്ടപ്പോ എല്ലാവരും അവന്റെ അവളുടെ പിന്നാലെ അയ്യോ എന്തൊരു സുന്ദരിയും ഇങ്ങനെ പറയേണ്ട ചില ആൾക്കാർക്കില്ല. ആ കൂട്ടത്തില് നല്ല സുന്ദരി ഒരു സിനിമാ നടി ഇങ്ങനെ വരുന്ന സമയത്തെ ഒരു കൂട്ടത്തില് വലിയൊരു കൂട്ടത്തില് ഒരു സിനിമാ നടി ഇങ്ങനെ വരുമ്പോ എല്ലാവരും എത്തി നോക്കാം എന്താ സൗന്ദര്യം ഇല്ലെങ്കിലും നല്ല സൗന്ദര്യം എന്ന് നമുക്കിങ്ങനെ തോന്നും, മനസ്സിൽ നല്ല സൗന്ദര്യം നമുക്ക് തോന്നും. അതുപോലെ എല്ലാ രാഷ്ട്രന്മാർക്കും നല്ല സൗന്ദര്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മനസ്സിൽ അതെ മോഹിനിയാണേ. സകലരുടെയും കണ്ണുകൾ ലോകൈക സുന്ദരിയും യൗവനയുക്തയും മോഹിനിയുമായ അവളെ നേർത്തു തിരിഞ്ഞു. ആ മോഹിനിയായിട്ടുള്ള അവരുടെ ആ നല്ല ലോകൈക സുന്ദരിയും യൗവനയുക്തയുമായ മോഹിനിയുടെ അവരുടെ നേർക്ക് തിരിഞ്ഞു എല്ലാവരുടെയും കണ്ണുകള്. കണ്ണങ്ങനെ കുളിരിയാണേ കണ്ടിട്ടേണേ, മോഹിനിയെ കണ്ടിട്ടേ. രാഷ്ട്രന്മാർക്ക് സഹിക്കാൻ വയ്യ. എന്തൊരു രസം കാണാൻ. മൂപ്പനായ ഒരാൾ ആദ്യം പോയവനോട് പരിചയമില്ലാത്ത ഒരു പെൺകിടാവനോട് എന്തെല്ലാമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കാർന്നോര് അതിന്റെ ഇടയിൽ നിന്ന് ഇട്ടിട്ട് പരിചയമില്ലാത്ത ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെയാണോ ചോദിക്കുന്നത്? ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു യൗവനയുക്തയായ സുന്ദരിയായ ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക ചോദിച്ചു. അല്ല എന്തെല്ലാം നമ്മൾ ചോദിക്കുന്നത്? സുന്ദരി നീ വാ, അകത്തേക്ക് വാ, ഒട്ടും ലജ്ജിക്കേണ്ട, പറ എന്താ കാര്യം, ഉള്ളൂർന്ന് പറയാം, ആരെയും പേടിക്കണ്ട. കാർന്നോര് വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്തു, ലീഡറായിട്ട് വന്നു. ഇങ്ങനെയാണോ ഒരു സുന്ദരിയായ ഒരു പെൺകിടാവനോട്, ഒരു പുതുതായിട്ടൊരു സുന്ദരിയായ ഒരു പെൺകിടാവ് വരണ അവനോട് ഇങ്ങനെയാണ് സംസാരിക്കുക? കാരണം ഒരു വലിയ ലീഡർഷിപ്പ് ഇട്ടു. ചില ആൾക്കാരില്ലേ അങ്ങനെ കയറി ചെന്ന് വലിയ ഹെഡ് ചെയ്യും, ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടി ഹെഡ് ചെയ്യും. അതുപോലെ ഈ കാരണവരെ അങ്ങനെ ഹെഡ് ചെയ്തു. വരൂ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്തിനാണ് വന്ന്, എവിടുന്നാണ് വന്ന്, എങ്ങനെയാ വന്നത്, എന്താ ആവശ്യം വന്നതിന്റെ എന്നൊക്കെ കാര്യങ്ങളൊക്കെ വരൂ ഉള്ളിലേക്ക് വരൂ, എന്താ വാതിൽ നിൽക്കണേ, വരൂ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഉള്ളിലേക്ക്. നീ ആരും പേടിക്കൊന്നും വേണ്ട, ഞാനുണ്ടവിടെ, നീ ആരും പേടിക്കൊന്നും വേണ്ട പറ. അയാള് ഞാൻ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പാചകമൊക്കെ അടിക്കാൻ തുടങ്ങി. അവൾ നാണിച്ച് മെല്ലെ അകത്തേക്ക് കടന്നു. അവൾ അങ്ങനെ നാണിച്ചു മെല്ലെ അകത്തേക്ക് വന്നു. അങ്ങനെ വെച്ച് ഇങ്ങനെ ടക്ക് എന്നുള്ള ആ കാലിൽ അങ്ങനെ ആ പാദസരം സ്വർണത്തിന്റെ പാദസരമല്ല കേട്ടോ, വെള്ളി പാദസരം നല്ല കിളിക്കിണിക്കുന്നുണ്ട്. അപ്പൊ കിളിങ് ഇങ്ങനെ നടന്നു വരികയാണ്. ആരേ? നമ്മുടെ ഈ മോഹിനി. നാണിക്കണ്ട, പറഞ്ഞേക്കും, ആരാ, എവിടുന്നാ, എങ്ങോട്ടാ? അപ്പൊ അറിഞ്ഞവര് വെന്നി അപ്പൊ അവൾ നാണിച്ച് വലിയ നാണിക്കണ്ട, പറഞ്ഞേക്കും, ആരാ, എവിടുന്നാ, എന്താ കാര്യം? ഞാൻ ധന്വന്തരിയുടെ അനിയത്തിയാ. ധന്വന്തരിയുടെ അനിയത്തിയാണ്. ധന്വന്തരിയാണല്ലോ നിങ്ങൾക്ക് ഈ അമൃത് തന്നത്. ആ ധന്വന്തരിയുടെ അനിയത്തിയാണ് ഞാൻ. മോഹിനിനാ എന്റെ പേര്. ഞാൻ വന്നപ്പോഴേക്കും എല്ലാവരും പോയി. ഞാൻ ആരുടെ കൂടെ എങ്ങോട്ട് പോകും? പറ്റിയ വല്ലവരെയും കണ്ടുകിട്ടാൻ വേണ്ടി നടന്ന് ഇവിടെ എത്തിയതാ. എന്നെ അവൾ ലജ്ജാവിഷയെ കീഴ്പോട്ട് നോക്കി കാതകം കൊണ്ട് നിലത്ത് വരച്ചു നിന്നു. ഞാൻ ധന്വന്തരിയുടെ അനിയത്തിയാണ്. ഞാൻ വന്നപ്പോഴെന്നെ എല്ലാവരും അവിടുന്ന് ഓടി ഈ അമൃതത്തിന്റെ പിന്നാലെ വന്നു. ഞാനിവിടെ അവിടെ പോവാനാ തെരഞ്ഞ് അവസാനം ഞാനിവിടെ എത്തി. എന്നിട്ട് നാണിച്ച് ആ നമ്രസിമസ്കരയായിട്ട് ആ കാലിന്റെ നഖം കൊണ്ട് അങ്ങനെ വര വരച്ചു കാൽ നഖം കൊണ്ടൊരു വരച്ചു എന്ന് നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ, യേശുദാസ് പാടിയത്? അതുപോലെ കാലിന്റെ നഖം കൊണ്ട് അങ്ങനെ വരച്ചു ഇങ്ങനെ തന്നു. ആ നിക്കട് കണ്ടപ്പോ രാക്ഷസന്മാർ ആ സൗന്ദര്യവും അവളുടെ ആ പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ സഹിക്കാൻ പറ്റാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ നീ പേടിക്കേണ്ട, വാ, ഞങ്ങൾക്ക് ഈ അമൃതം വിളിപ്പിത്ത. അപ്പൊ കളന്നവര് പറഞ്ഞു, അപ്പൊ നല്ലൊരു പോസ്റ്റ് കൊടുക്കണ്ടേ, നല്ലൊരു സ്ത്രീ, ധന്വന്തരിയുടെ അനിയത്തി,
അപ്പൊ അവൾക്കൊരു നല്ലൊരു ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു വർക്ക് കൊടുക്കണ്ടേ? വലിയ ആളാന്ന് നടിക്കാൻ കാരണമൊക്കെ ആ വലിയ ആളാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാൻ എന്നാ വാ നമുക്ക് ഈ അമൃത എല്ലാവർക്കും നീ ഒന്ന് ഒളിമ്പിത്താ, അങ്ങനെ നല്ലൊരു കാര്യം ചെയ്യേ. അത് കഴിച്ചതിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞങ്ങൾ നിന്ന് തിരഞ്ഞെടുക്കാം. എന്താ നിൽക്കുന്നത്? അത് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ഒളിമ്പിയ ശേഷം നിനക്ക് ഞങ്ങളുടെ ഇടയിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരനും സുശീലനുമായിട്ടുള്ള ഒരാളെ നിനക്ക് തിരഞ്ഞെടുക്കാം എന്ന് കാർന്നവര് പറഞ്ഞു. കാർന്നവരുടെ ഉള്ളില് കാർന്നവരെ സെലക്ട് ചെയ്യുന്നുള്ള ഒരാൾ നിൽക്കണ കാർന്നവർ കേട്ടോ. അപ്പൊ കാർന്നവര് ഞങ്ങളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നിനക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, എനിക്ക് വല്ലാത്ത നാണമാ നിങ്ങളുടെ ഒക്കെ മുന്നിൽ വന്ന് വിളമ്പിത്തരാൻ നാണം തോന്നുക. ഞാനൊന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായ നാണമാണ്. ഞാനൊരു ചെറുപ്പക്കാരിയല്ലേ, എനിക്ക് നിങ്ങൾ ആണുങ്ങളുടെ മുമ്പിലൊക്കെ വരാൻ ഭയങ്കര നാണമാ. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുവോ ചോദിച്ചു. ആരേ? നമ്മുടെ മോഹിനി. പറ എന്താ വേണ്ടത്? പറ എന്താ വേണ്ടത്? കാർന്നവര് ഞാൻ പറ എന്താ വേണ്ടത് പറയൂ. ശൃംഗാരം എങ്ങനെ ഒഴുകി വരികയാണ് കാർന്നവരുടെ മനസ്സിലേ. ശൃംഗാരം, ആ ശൃംഗാരത്തിന്റെ ആ രസം അങ്ങനെ ഒഴുകി വരികയാണ്. ഞാൻ വിളമ്പിക്കഴിയും വരെ നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കണം. ഞാനേ വിളമ്പിക്കഴിയുന്നത് വരെ നിങ്ങൾ ആരും എന്നെ നോക്കരുത്, എനിക്ക് നാണം വരും. ഞാൻ ആ അമൃതൊക്കെ ചോട്ടിലിട്ടാലോ. അതുകൊണ്ട് ഞാൻ ഒളിമ്പിക്കേട് വരെ നിങ്ങൾ ആരും കണ്ണു തുറക്കരുത് കേട്ടോ. കണ്ണു തുറക്കാതിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഒളിമ്പിത്തരുള്ളൂ എന്ന് പറഞ്ഞു. ആരേ? മോഹിനി. ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആളെ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആളെ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അവളെ ഭാര്യയായി കിട്ടുമെന്ന് വിചാരിച്ച് എല്ലാവരും സംഭവിച്ചു. ഏറ്റവും ഒടുവില് നല്ല മോഹിനിയാരാ മുതല് ശരിക്കും വെച്ചു. ഏറ്റവും അവസാനം കണ്ണു തുറക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം. എല്ലാവർക്കും സമ്മതാണോ? വളരെ സീരിയസ് ആയിട്ട് ചോദിക്കണം കേട്ടോ. ഞാൻ ചോദിക്കണ പോലല്ല, നല്ല സീരിയസ് ആയിട്ട്. ഏറ്റവും ഒടുവിൽ കണ്ണു തുറക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാം. എല്ലാവർക്കും സമ്മതമല്ലേ ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും തോന്നു അവളെ എങ്ങനെയെങ്കിലും ഭാര്യയായി കിട്ടണം, ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിൽ ചെയ്യാം, എന്ത് ത്യാഗം വേണമെങ്കിൽ ചെയ്യാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കണം. അത് നമ്മുടെ രാക്ഷസരെല്ലാവരും എങ്ങനെയെങ്കിലും അവളെ കല്യാണം കഴിക്കണം. അപ്പൊ കണ്ണട തുറക്കല്ലേ, ഞാൻ ഏറ്റവും ലാസ്റ്റ് ഞാനല്ലേ തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കണ്ണ് തുറക്കല്ലേ, അടച്ചു പിടിച്ചിരിക്കാൻ വേണ്ടി. ഈ മോഹിനിയുടെ ആ ടെക്നിക്ക് ഉണ്ടല്ലേ, അതാണ് അവസരോചിതമായിട്ട് പ്രയോഗങ്ങൾ നടത്താനുള്ള കഴിവാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കണ്ടില്ലേ. കാര്യങ്ങളും കൊണ്ടുവന്ന് അങ്ങനെ പായച്ചു വരുന്നു. കണ്ണു തുറക്കാനേ പാടില്ല, ഇടക്കണ്ണിട്ട് നോക്കി കിട്ടില്ല അല്ലേ, ആരിറക്കണ്ട, കണ്ണ് ഇറുക്കടച്ചിരിക്കണം. അമൃത കഴിച്ച് അമരന്മാരായി പെണ്ണും കെട്ടി സൂയിക്കാമെന്ന് മോഹിച്ച് അവരവരുടെ കണ്ണുകൾ അടച്ചതും മോഹിനി അയച്ചെന്ന ഭഗവാൻ വിഷ്ണു അമൃതകുംഭവും എടുത്ത് നിശബ്ദം കടന്നു കളഞ്ഞു. ആരും അറിഞ്ഞില്ല. എല്ലാവരും കണ്ണ് ഇറുക്ക പിടിച്ചു. അമൃതം കഴിച്ച് ആ അമരത്വം കിട്ടി. അതിനുശേഷം നല്ല സുന്ദരി, ത്രിലോക സുന്ദരിയായിട്ടുള്ള ഈ മോഹിനിയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖമായി ജീവിക്കാം എന്ന് എല്ലാവരും, ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ, ഇവരെല്ലാവരും വിചാരിച്ചു ഇങ്ങനെ ചെയ്ത് ജീവിക്കാം. അതുകൊണ്ട് ഞാൻ കണ്ണേ തുറക്കില്ല, അടച്ചു പിടിച്ചിരിക്കും. പറയണവരെ ഞാൻ തുറക്കില്ല, അവനെ എല്ലാവരും അടച്ചു പിടിച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ മോഹിനി ഈ അമൃത കുമ്പ് കൊടുത്തിട്ട് അവിടുത്തെ ഒരൊറ്റ മുങ്ങലാണ് മുങ്ങി. അടി പിടിച്ച ഒറ്റ പോക്ക്. തനിക്ക് കിട്ടിയോ? തനിക്കോ? ഇല്ല, ക്ഷമിക്കിൻ, വിളമ്പി എത്തണ്ടേ, എത്ര നേരമായി? ക്ഷമകെട്ട ചിലർ, ഹേ സുന്ദരി, എന്താത്ര താമസം? എന്താടോ നാം ചതിക്കപ്പെട്ടുവോ? ഒരു ചെത്തവും ചൂരുമില്ലല്ലോ. കണ്ണടച്ച് കാത്തിരിക്കുന്ന അസുരന്മാരെ വേവലാധികം. എല്ലാവരും കണ്ണടച്ച് ചോദിക്കാണ്, എട്ടിയാ അണക്ക് കിട്ടിയോ അമൃത്? അണക്ക് കിട്ടിയോ അമൃത്? അണക്ക് കിട്ടിയോ അമൃത്? ഇല്ല. ഒളിമ്പി വരണ്ടേ, ഇത്രയും ജനങ്ങളല്ലേ, ഇവർക്ക് എല്ലാവർക്കും ഒളിമ്പി എത്തണ്ടേ. അതുകൊണ്ട് കണ്ണടച്ചിരിക്കും, തുറന്നാ പോയി. പിന്നെ കാര്യം ആരും കണ്ണ് തുറക്കാനേ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനം അടിക്കുന്ന ആളാണ് അവള് കല്യാണം കഴിക്കാൻ പോണത്. അതുകൊണ്ട് ആരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് വേവലാതിപ്പെട്ടു, ഞങ്ങളെ പറ്റിച്ചു പോയോ അവള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ഓരോരുത്തരും കണ്ണടച്ചിട്ട്
എന്നെ പറ്റിച്ച് പോയി അവളെന്നാ. എന്നാലും കണ്ണൂറൊക്കെ ധൈര്യം പോരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത് നമ്മുടെ ഇതില്ലേ, ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുകയല്ലേ, ഇങ്ങനെയാ സുന്ദരിയായ ആ മോഹിനിയായിട്ടുള്ള ആ ജീവിതകാലം എങ്ങനെ കഴിയണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ സുഖിച്ചിങ്ങനെ ഇരിക്കണേ. അപ്പൊ ആരും കണ്ണൂർക്കണില്ല ഇങ്ങനെ. പക്ഷെ ആവലാദികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ തനിക്ക് ആ പെണ്ണിനെ വേണ്ടെന്ന് വെച്ച് ഒരാൾ കണ്ണുറന്നു നോക്കി. അമൃതുമില്ല, അമൃത ഭാഷണിയുമില്ല. എന്നിട്ട് മറ്റുള്ളവർ സംശയം വിട്ടില്ല. പെണ്ണിനെ മോഹിച്ച് കണ്ണു തുറക്കാതിരുന്നു. അപ്പൊ അതിലൊരുത്തൻ ഉണ്ടാവുമല്ലോ, എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറുകളാണ്. അതിലൊരു സമയം എനിക്ക് ആ പെണ്ണൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണു തുറന്നു നോട്ടെ, എന്താ അത്ര നേരെ ഇരിക്കണു എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കാൻ പോവാണ് പറഞ്ഞ് എല്ലാ കണ്ണങ്ങൾ തുറന്നു നോക്കി. കണ്ണു തുറക്കുമ്പോ അവിടെ മോഹിനി അമൃതഭാഷിണിയും ഇല്ല, അമൃതുമില്ല, അമൃതഭാഷിണിയും ഇല്ല. എന്നിട്ട് മറ്റുള്ളവർക്ക് സംശയം മറ്റേ അട്ടക്കഥ പറഞ്ഞിട്ടില്ലേ, നീ കണ്ണു പറഞ്ഞ നീ മേലക്കാരെ ഞാൻ പിടിച്ചു വിളിക്കും പറഞ്ഞില്ലേ, അതുപോലെ നീ എന്നെ ഇങ്ങനെ ഓരോ മൂട്ടുകളല്ലേ, എടാ കള്ള, നീ കണ്ണുടച്ചിരിക്കുക, എന്നിട്ട് എന്നെ കൊണ്ട് കണ്ണു ഉറപ്പിക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചു നേരം ആൾക്കാർ അങ്ങനെ പെരുങ്ങി നിന്നു. ഭക്തന്മാർക്ക് വേണ്ടി എന്ത് വീടുവേലയും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് മഹാവിഷ്ണു. ഭക്തന്മാർക്ക് വേണ്ടി എന്ത് വീടുവേലകളും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് മഹാവിഷ്ണു. എന്ത് പണിയും നമ്മുടെ കുറൂരമ്മയുടെ പിന്നാലെയൊക്കെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ എത്ര ദിവസമായിരുന്നു ആ കുറൂരമ്മയുടെ സകല പണിയും ചെയ്ത് അങ്ങനെ കുറെ കഥകളുണ്ട്, പല കഥകളുണ്ട്. അതിൽ ഒന്നാണ് കുറൂരമ്മയുടെ കഥ. കുറൂരമ്മയുടെ അസിസ്റ്റന്റായിട്ട് ചെക്കനായിട്ട് അങ്ങനെ അവിടെ നിന്നു. കുറൂരമ്മയ്ക്ക് ഇങ്ങനെ ആ വെള്ളം കൊണ്ടു കൊടുക്കാനും അത് പാചകം ചെയ്യാനും പൂവറുത്ത് കൊടുക്കാനും ആരാ? കൃഷ്ണൻ, മഹാവിഷ്ണുവാണ് അങ്ങനെ നിന്നിട്ടുണ്ടായത്. അതുകൊണ്ട് മഹാവിഷ്ണുവിന് ആരുടെയും വീട്ടുവേല ചെയ്യാനൊന്നും ഒരു മടിയില്ല. ഭക്തന്റെ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ മൂപ്പരങ്ങൾ പ്രസാദിച്ച മാതിരിയാണ്. പിന്നെ അങ്ങോട്ട് പോവില്ല. പിന്നെ എന്ത് ഭക്തം കാണിച്ചാലും മൂപ്പർക്ക് നല്ലത് തോന്നുന്നു. വീട്ടുവേല വേണമെങ്കിൽ ചാണകക്കുഴി ഇറങ്ങാൻ പറഞ്ഞാലും മഹാവിഷ്ണു ഇറങ്ങും. അതാണ് ഭക്തന്റെ ആ ഭക്തിയിലാണ് അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മഹാവിഷ്ണു എന്ത് വേണമെങ്കിലും ചെയ്യും. അതാണ് വിഷ്ണുവിനുള്ള ഭക്തി. ഒരു പ്രാവശ്യം മൂപ്പരെ അങ്ങോട്ട് പ്രീതിപ്പെടുത്തി നമ്മുടെ കൈവശം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ വിട്ടുപോവില്ല, നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും എപ്പോഴും. അതാണ് അപ്പൊ മഹാവിഷ്ണുവിനെ എപ്പോഴും പ്രാർത്ഥിക്കുക. അസുരന്മാരെ വെട്ടിച്ച് ഭഗവാൻ അമൃതകുംഭവുമായി എത്തിയപ്പോഴേക്കും ദേവന്മാർ ദേഹശുദ്ധി വരുത്തി അമരന്മാരാവാൻ തയ്യാറായിരിക്കുകയായിരുന്നു. അസുരന്മാരെ വെട്ടിച്ച് ഭഗവാൻ അമൃതകുംഭവുമായി എത്തിയപ്പോഴേക്കും ദേവന്മാർ ദേഹശുദ്ധി വരുത്തി അമരന്മാരാവാൻ തയ്യാറായിരിക്കുകയായിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ ഭഗവാൻ സൂര്യചന്ദ്രന്മാരോട് അസുരന്മാരോ മറ്റോ വേഷന്മാർ വരുന്നുണ്ടോ എന്ന് നോക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അമൃതകുംഭവുമായി ഭഗവാൻ എത്തിയപ്പോ തന്നെ എല്ലാ ദേവന്മാരും കുളിച്ചു കുറിയൊക്കെ തൊട്ട് നല്ല വൃത്തിയായിട്ട് റെഡിയായി നിന്നു. അമരത്വം സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് അങ്ങനെ നിന്നു. ആരെ? ഈ അമൃത് സ്വീകരിക്കാൻ വേണ്ടി. അപ്പൊ എന്നാലും മഹാവിഷ്ണുവിന് സംശയം, ഈ കള്ളന്മാർ അസുരന്മാർ കയറി വന്ന പുലിവാല ആവില്ലേ? ഇത് കഴിക്കണേന്റെ മുമ്പ് അവർ കയറി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അതിനു മുമ്പ് അവർ വരുന്നതിന് മുമ്പേ നമ്മൾ കഴിക്കണം. അപ്പൊ സൂര്യചന്ദ്രന്മാരോട് അവരവിടുന്ന് വരുന്നുണ്ടോ എന്ന് പ്രത്യേകിച്ച് നോക്കാൻ വേണ്ടി അവരെന്തെങ്കിലും മായാവിദ്യകളെ ഉപയോഗിച്ചിട്ട് ഉള്ളിൽ കടക്കാൻ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സൂര്യചന്ദ്രന്മാരെ അധികാരപ്പെടുത്തി അവിടെ നിർത്തിയിട്ടാണ് മൂപ്പര് ഈ പണിക്ക് പോയത്. ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഈ ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി പോയത്. വിളമ്പൽ ഏതാണ്ടപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വടിയും കുത്തി വേച്ചു നടന്നു വന്ന് ദാ കൂട്ടരെ ഉച്ഛിഷ്ടമാവും മുമ്പേ ഒരിത്തിരി നമുക്ക് തരണേ, നീട്ടി നടക്കാൻ വയ്യ. വിളമ്പൽ ഏതാണ്ടായപ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ വടിയും കുത്തി വേച്ചു നടന്നു വന്ന് ദാ കൂട്ടരെ ഉച്ഛിഷ്ടമാവും മുമ്പേ ഒരിത്തിരി നമുക്ക് തരണേ, നീട്ടി നടക്കാൻ വയ്യ. ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്നിട്ട് എനിക്ക് കുറച്ച് വേണേ എന്ന് പറഞ്ഞു. ആരേ? അമൃത് കുറച്ച് വേണം എന്ന് ഒരു വൃദ്ധ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞു. ബ്രാഹ്മണനല്ലേ കൊടുത്തേക്ക് പേര് കൊടുത്തു. പുള്ളി തകർത്താക്കാൻ വാ വിളിച്ചപ്പോൾ ഇയാൾ അസുരനാണ്, വായിൽ ദംശം കാവൽക്കാൽ പറഞ്ഞു. ബ്രാഹ്മണനല്ലേ കൊടുത്തേക്കാമെന്നായി ചിലർ കൊടുത്തു. പുള്ളി അകത്താക്കാൻ വായ വിളിച്ചപ്പോൾ ഇയാൾ അസുരനാണ്, വായിൽ ദംശം കാവൽക്കാർ പറഞ്ഞു. ഉടനെ വിഷ്ണുചക്രം അമൃത വായിലാക്കിയ
കള്ള ബ്രാഹ്മണന്റെ ദേഹം രണ്ടായി കീറി. പക്ഷേ പറഞ്ഞെന്നെത്ത അവർ അപ്പോഴേക്കും വയലിലെത്തിയിരുന്നു, അതിനാൽ മരിച്ചില്ല. ഒരു ബ്രാഹ്മണനല്ലേ പറഞ്ഞ് കുറച്ച് കൊടുത്തു. ആർക്ക്? ആ ബ്രാഹ്മണൻ. അതൊരു കള്ള അസുരനായിരുന്നു. അസുരൻ വേഷന്മാര് വന്നതായിരുന്നു ബ്രാഹ്മണനായിട്ട്. അപ്പോ അതിങ്ങോട്ട് വായുള്ളിൽ ഇട്ട ഉടനെ അയാളുടെ പല്ലിങ്ങനെ കോന്ത്രം പല്ലിങ്ങനെ കണ്ടു. നായപ്പല്ല് ആ നായപ്പല്ല് ഇങ്ങനെ കണ്ടു. ഇത് രാക്ഷസനാണ്, ഇത് വേഷന്മാര് വന്ന നാശനാണെന്ന് പറയുമ്പോഴേക്കന്നെ മൂപ്പര് അകത്താക്കി കഴിഞ്ഞു സാധനം. അപ്പൊ വിഷ്ണു വേഗം സുദർശന ചക്രം കൊണ്ട് അതിനെ രണ്ടാക്കി, ആ ബ്രാഹ്മണനെ രണ്ടാക്കി അങ്ങോട്ട് മുറിച്ചു. അപ്പക്കിനെ നമ്മുടെ ഈ അമൃത് വയറ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. വയറ്റിനുള്ളിൽ എത്തിയപ്പോൾ അമരത്വം കിട്ടിയില്ല അയാൾക്ക്. അമരത്വമായി അയാള്. അപ്പൊ മരിച്ചില്ല. വിദുദ്ധുണ്ടൻ എന്ന ഒരസുരൻ അമൃത് മോഹിച്ച് വേഷം മാറി വന്നതായിരുന്നു ആ പുള്ളി. അവൻ ഇന്ന് രാഹുകേതു എന്ന പേരുകൾ കിടന്ന് ഇടയ്ക്ക് വാവു നാളുകളിൽ സൂര്യചന്ദ്രന്മാരെ ആക്രമിക്കാൻ ചെല്ലുന്നതാണ് ഗ്രഹണം ഉണ്ടാകുന്നതും ഇതിൽ വിശ്വസിച്ചു വരുന്നത്. ആ വിദുദ്ധുനൻ എന്ന അസുരൻ അമൃത് മോഹിച്ച് വേഷം മാറി വന്നതായിരുന്നു ആ പുള്ളി. അങ്ങനെ അമൃത് മോഹിച്ച് വേഷം മാറി വന്നതായിരുന്നു ആ പുള്ളി. അവൻ ഇന്നും രാഹുകേതു എന്ന പേരുകളിൽ ഇടയ്ക്ക് വാവുന്ന ആളുകളിൽ സൂര്യചന്ദ്രന്മാരെ ആക്രമിക്കാൻ ചെല്ലുന്നതാണ് ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നതാണ് തിരുവിശ്വസിച്ചു വരുന്നത്. അങ്ങനെ ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ അതാണ് രാഹുകേതുവാണ്. ബ്രാഹ്മണനായ വന്ന ആ അസുരൻ രാഹുകേതുവായിട്ട് ഇപ്പോഴും ഉണ്ട്. അവരിപ്പോഴും സൂര്യചന്ദ്രന്മാരെ ആ വാവുന്ന ആളുകളിൽ ആക്രമിക്കാൻ ചെല്ലാറുണ്ട്. അങ്ങനെ നമ്മുടെ ഈ എന്താ പറയാ പാലാഴി മദനം കഴിഞ്ഞു കേട്ടോ. പാലാഴി മദനം ഇതോടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്തത് ഇനി വാമനാവതാരം. ഇനി അടുത്തത് എന്താണ്? പാലാഴി മദനം കഴിഞ്ഞു. ഇനി അടുത്തത് വാമനാവതാരമാണ്. അത് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമസ്കാരം.